ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ ആ ലോങ് വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാട്ടാ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ. ഇത് വേറെ ഒന്നുമല്ല, പാസ്ത. ഞാനൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചപ്പോൾ കുറച്ച് ഓയിലും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാട്ടോ ഓയിൽ ഒഴിക്കണേ. അതും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ ഒരു കപ്പോളം പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാസ്ത ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ടതേ ഞാനൊരു പ്രാവശ്യം തുറന്ന് നോക്കിയപ്പോൾ ഇത്രത്തോളം ഒരു വേവ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു 5 മിനിറ്റ് കൂടി തിളച്ചോട്ടെ എന്ന് വെച്ചിട്ട്, ഒന്നും കൂടി ഒരു വേവായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സബോളയും ക്യാരറ്റും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായി അരിഞ്ഞ് വെച്ചതാട്ടാ. ഇനി നമുക്കതിൻ്റെ പാസ്ത സോസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സബോള നമ്മൾ കട്ട് ചെയ്ത് വെച്ച സബോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് വഴുത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വഴുത് വന്നാൽ മതിട്ടാ. അതിലേക്ക് നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതിട്ടാ. എരിവിനനുസരിച്ച് എരിവ് കൂടുതലുള്ളവർക്ക്, കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. അല്ലാത്തവർക്ക് നമ്മൾ മീഡിയം, കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അധികം എരിവ് പാടില്ലല്ലോ, അപ്പോൾ അങ്ങനെ എരിവ് ചേർത്താൽ മതി. ഇതിൻ്റെ ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതിയോളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് വഴുതി വരുമ്പോൾ നമ്മളുടെ ഒരു തക്കാളി ആട്ടോ, ഒരു കുഞ്ഞ് തക്കാളിയാണ് എടുത്തേക്കണേ. അതും ഇതിൽ കൂടെ ഇടാം. എന്നിട്ട് അതും ഒന്ന് ഇതായി വരാനായിട്ട്, ചെറുതായി ഒന്ന് വാടിയൊക്കെ വരാനായിട്ടൊക്കെ ചെറുതായിട്ട് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഉപ്പ് അത്യാവശ്യം നോക്കിയിട്ട് ഇട്ടാൽ മതിയിട്ടാണ്. അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർ നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം മെൽറ്റായി വന്നപ്പോൾ മൈദ, ഞാൻ 2 ടീസ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കൈവിടാണ്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് പാല് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. പാല് ചേർത്ത് നല്ലോണം കട്ടയില്ലാണ്ട് ലൂസാക്കി എടുക്കണം. കട്ട പാടില്ല തീരെ. അപ്പോൾ കട്ടയില്ലാണ്ട് നമ്മൾ വിസ്കൊക്കെ വെച്ചിട്ട് നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് കുറച്ച് ക്രീം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഇട്ടിട്ട് കുറച്ച് നേരം കൂടി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ സോസ്, അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ സോസിൻ്റെ പണി. പാല് കട്ടാവാണ്ട് മൈദയും കട്ടാവാണ്ട് ഒന്ന് ലൂസ് ആയിട്ട് എടുത്താൽ മതിയിട്ടാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളുടെ സോസിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ സോസ് നമുക്ക് എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കണ തക്കാളിയും സബോളയും കൂടിയുള്ള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ പാസ്തയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഒരു നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ആയാലും കഴിക്കാനായാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ പാസ്ത എന്നൊക്കെ പറയണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ.